ഹായ് ഫ്രണ്ട്സ്, JB വിഷനിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് ബയോളജിയിലെ ഒന്നാമത്തെ പാഠത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാമത്തെ പാഠത്തിന്റെ കണ്ടന്റ് നമ്മൾ പറഞ്ഞു. നമ്മുടെ നെർവസ് സിസ്റ്റമാണ്, നാഡീവ്യവസ്ഥയാണ്. ആ നാഡീവ്യവസ്ഥയുടെ ഫണ്ടമെന്റൽ പോർഷൻ ആയിട്ടുള്ള അടിസ്ഥാന ഘടകമായിരുന്ന ന്യൂറോണിന്റെ ഘടനയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായ ഒന്ന് രണ്ട് പോയിന്റിലൂടെ പറഞ്ഞു വെക്കാനാണ് നമ്മൾ ഈ ചാപ്റ്റർ ഈ എപ്പിസോഡ് ഉപയോഗപ്പെടുത്തുന്നത്. അതായത് നമ്മളവിടെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആക്സോണുകളെ പൊതിഞ്ഞു സംരക്ഷിച്ചുകൊണ്ട് എന്ത് കാണുന്നുണ്ട്? മൈലിൻ ഷീറ്റ് കാണുന്നുണ്ട്. ഷ്വാൻ സെൽസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം സെൽസിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൈലിൻ ഷീറ്റ് ആക്സോണുകളെ പൊതിഞ്ഞു സംരക്ഷിക്കാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തലച്ചോറിലെയും സുഷുമ്നയിലെയും ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഈ രണ്ട് ഭാഗങ്ങളിലുമുള്ള ന്യൂറോണുകളെ, ആക്സോണുകളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നതിന് പൊതിഞ്ഞു കാണപ്പെടുന്ന മറ്റൊരു സവിശേഷമായ കോശങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന സവിശേഷമായ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ അത് ഒരു നിരവധി ആക്സോണുകളെ ഒരേ സമയം പൊതിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ന്യൂറോണിന്റെ തന്നെ വിവിധ ഭാഗങ്ങളെ പൊതിഞ്ഞുകൊണ്ടോ കാണുന്ന സവിശേഷമായ സെൽസ് ആണ്, പർട്ടിക്കുലർ സെൽസ് ആണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും തലച്ചോറിലെയും സുഷുമ്നയിലെയും ആക്സോണുകളെ പൊതിഞ്ഞു സംരക്ഷിച്ചുകൊണ്ട് കാണപ്പെടുക കൂടെ ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തുവയ്ക്കുക. അതുപോലെ തന്നെ ഈ മൈലിൻ ഷീറ്റ്, മൈലിനുറയ്ക്ക് നല്ല വെളുത്ത നിറമാണ്, തിളങ്ങുന്ന വെളുത്ത നിറമാണ്. അതുകൊണ്ട് മൈലിനേറ്റഡ് ആയിട്ടുള്ള മൈലിൻ ഷീറ്റ് ഉള്ള ആക്സോണുകൾ ഒരുപാടെണ്ണം ഒരു ഭാഗത്ത് ഒന്നിച്ചു വരുന്നു വരുത്. അങ്ങനെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഭാഗം നല്ല വെളുത്ത നിറത്തിലാണ് കാണുക. അങ്ങനെ വെളുത്ത നിറത്തോടു കൂടി കാണപ്പെടുന്ന ആ പർട്ടിക്കുലർ ഭാഗത്തിന് നമ്മൾ പൊതുവിൽ പറയുന്ന പേര് വൈറ്റ് മാറ്റർ എന്നാണ്. വൈറ്റ് മാറ്റർ എന്താണ്? മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോണുകൾ ഒരുപാടെണ്ണം ഒന്നിച്ചു വന്നാൽ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ഇനി നാച്ചുറലി ഒരു ന്യൂറോണിന്റെ കളർ ചാരനിറമാണ്. അതുകൊണ്ട് മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ന്യൂറോണുകൾ ഒരുമിച്ച് വരുന്നുവെങ്കിൽ ആ ഭാഗത്തിന് നമ്മൾ ഗ്രേ മാറ്റർ എന്നുമാണ് പറയുന്നത്. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോണുകൾ ഒരുമിച്ച് വരുന്ന ഭാഗത്ത് വൈറ്റ് മാറ്റർ എന്നും, മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ന്യൂറോണുകൾ ഒരുമിച്ച് വരുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. ഈ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടേമുകളാണ്. ഇനി നമ്മൾ വെറുതെ വൈറ്റ് മാറ്റർ ഒന്നും ഗ്രേ മാറ്റർ ഒന്നും മാത്രമേ പറയൂ. വാട്ട് ഈസ് ഇറ്റ്, അതിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ അന്നേരം ഈ എപ്പിസോഡ് ഉപയോഗിച്ചുകൊണ്ട് ഓർക്കുക. ഓക്കെ, ഇനി ന്യൂറോണുകളെ അവ ചെയ്യുന്ന ധർമ്മം അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ വി ക്യാൻ ഡിവൈഡ് ദ ന്യൂറോൺസ് ഇൻടു ടു. രണ്ടായി തരംതിരിക്കാൻ പറ്റുന്നുണ്ട്, രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സംവേദ ന്യൂറോണുകളെന്നും പ്രേരക ന്യൂറോണുകളെന്നും ന്യൂറോണുകളെ അവയുടെ ധർമ്മം അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെൻസറി ആൻഡ് മോട്ടോർ സിമ്പിൾ ആണ്. വിവിധ ബോഡി പോർഷൻസിൽ നിന്ന്, ഓർഗൻസിൽ നിന്ന്, അവയവങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്ക്, സ്പൈനൽ കോഡിലേക്ക്, ഇവിടേക്കൊക്കെ അവയവങ്ങളെ കൊണ്ടുപോകുന്ന ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്ന ന്യൂറോൺസിന് പറയുന്ന പേരാണ് സെൻസറി ന്യൂറോൺ, സംവേദ ന്യൂറോണുകൾ. വിവിധ ബോഡി പോർഷൻസിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്, അതായത് തലച്ചോറിലേക്കും സ്പൈനൽ കോഡിലേക്കും സുഷുമ്നയിലേക്കും ആവേഗങ്ങളെ വഹിക്കുന്ന ന്യൂറോണുകളാണ് സെൻസറി ന്യൂറോണുകൾ അഥവാ സംവേദ ന്യൂറോണുകൾ. രണ്ടാമത്തെ ഓപ്പോസിറ്റ് ആണ്. തലച്ചോറിന്റെയും സുഷുമ്നയുടെയും റിപ്ലൈ, മറുപടികളെ വിവിധ ഓർഗൻസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ന്യൂറോണുകളാണ്, എത്തിക്കുന്ന ന്യൂറോണുകളാണ് പ്രേരക ന്യൂറോണുകൾ, മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഇത് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഓർത്തു വെച്ചോളൂ. വിവിധ ബോഡി പോർഷൻസിൽ നിന്നും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസിന് ആവയവങ്ങളെ കൊണ്ടുപോകുന്നത് സംവേദ ന്യൂറോണുകൾ അഥവാ സെൻസറി ന്യൂറോണുകളും, ബ്രെയിനിന്റെയും സുഷുമ്നയുടെയും മറുപടികളെ വിവിധ ബോഡി പോർഷൻസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോണുകളും ആണ്.
ഇനി നമുക്ക് അടുത്തത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആവേഗങ്ങൾ ഇമ്പൾസസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഉണ്ടാകുന്ന ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, അല്ലെ? ഒന്ന് ഇമ്പൾസ് രൂപീകരിക്കപ്പെടണം. ആ രൂപീകരിക്കപ്പെടുന്ന ഇമ്പൾസ്, ആവേഗം എങ്ങോട്ടെത്തണം? തലച്ചോറിലേക്ക് എത്തണം. തലച്ചോറാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഓർഗൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്? ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ തീന്റെ മുകളിൽ കൈ വെക്കുമ്പോഴേ കൈയൊരു ചോദ്യം ചോദിക്കുക. എന്താണിത്? ഞാൻ എന്തോ ഒരു സാധനത്തിൽ തൊട്ടിട്ടുണ്ട്, വാട്ട് കാൻ ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യമാണ് എങ്ങോട്ട് പോകുന്നത്? തലച്ചോറിലേക്ക് പോകും. അപ്പൊ തലച്ചോറ് അത് പിടിച്ചു കൊടുത്താല് സ്പൈനൽ കോഡ് പിടിച്ചെടുത്തിട്ട് പറയാം അത് അപകടമാണ്, തീയാണ്, പെട്ടെന്ന് പിൻവലിക്കുക എന്ന മറുപടി എത്തുമ്പോഴാണ് നമ്മൾ കൈ പിൻവലിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ്, ആവേഗങ്ങളുടെ നിരന്തരമായ സഞ്ചാരം നടക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്ന് ആവേഗം രൂപീകരിക്കപ്പെടണം, രണ്ട് ആവേഗം സഞ്ചരിക്കേണ്ടത്. രണ്ടും എങ്ങനെ സാധ്യമാകും നോക്കാം. നമുക്ക് ആദ്യം എങ്ങനെയാണ് ആവേഗം രൂപീകരിക്കപ്പെടുന്നത്. ആവേഗം രൂപീകരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഒരു ന്യൂറോൺ എടുത്ത് പരിശോധിച്ചാൽ, റെസ്റ്റിംഗ് സ്റ്റേജിലുള്ള ഒരു ന്യൂറോൺ, വിശ്രമാവസ്ഥയിലുള്ള ഒരു ന്യൂറോൺ എടുത്ത് പരിശോധിച്ചാൽ, ആ ന്യൂറോണിന്റെ പ്ലാസ്മ സ്തരത്തിന്റെ പുറമെ, പ്ലാസ്മ മെംബ്രെയിനിന്റെ പുറമെ പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് കാണുന്നത്. ഇങ്ങനെയാണ് പ്ലാസ്മ സ്തരത്തിന്റെ പുറമെ പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, നോക്കത് ഇങ്ങനെയാണ്. ഇതൊരു ന്യൂറോൺ ആണ്, ഒരു ആക്സോൺ ആണ്. ആക്സോണിന്റെ പ്ലാസ്മ സ്തരമാണ് ഇത് രണ്ടും. അതിന്റെ പുറമെയായി പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അകത്ത് നെഗറ്റീവ് ചാർജ് അയോൺസ് ആണുള്ളത്. വിശ്രമാവസ്ഥയിലുള്ള ഒരു ന്യൂറോൺ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്ന എങ്ങനെയാണ്? പുറമെ പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. എന്താ സംഭവിക്കും നോക്കൂ. ഈ ഒരു ന്യൂറോണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണ്, ഇവിടെ ഈ ഭാഗത്ത് ഒരു സ്റ്റിമുലേഷൻ, ഒരു ഉദ്ദീപനം ഉണ്ടാകുന്നു എന്ന് കരുതുക. ഒരു ഉദ്ദീപനം ഈ ഒരു പർട്ടിക്കുലർ ഭാഗവുമായി കോണ്ടാക്ട് വരുന്നു. ഉദ്ദീപനം നമുക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാം. ചൂടെടുക്കാം. ചൂടൊരു എക്സാമ്പിൾ ആണ്, ഒരു ഉദ്ദീപനമാണ്, ഒരു സ്റ്റിമുലേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ചൂട് തട്ടുക, ന്യൂറോണിന്റെ ഈ പർട്ടിക്കുലർ പോർഷൻ, ന്യൂറോണിന്റെ ഈ പർട്ടിക്കുലർ പോർഷൻ എന്ന് പറയുന്നത് ഉദ്ദീപനവുമായി സ്റ്റിമുലേഷനുമായി കോണ്ടാക്ട് ചെയ്യപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ഓർഗൻ ഉണ്ടാവുമല്ലോ, അവയവം ഉണ്ടാവുമല്ലോ. ആ അവയവത്തിന്റെ ആ ഭാഗത്തുള്ള ന്യൂറോണാണ് ആക്സോൺ. അപ്പൊ ചൂടത്ത് വിരല് വെക്കുമ്പോൾ ആ വിരല് വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള ഒരു ആക്സോണാണിത്. ആ ആക്സോണിന്റെ ഒരു പർട്ടിക്കുലർ പോർഷന്റെ കാര്യം നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. സ്റ്റിമുലേഷനുമായി കോണ്ടാക്ട് വരുന്ന ന്യൂറോണിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ, ആ പർട്ടിക്കുലർ പോർഷനിൽ സ്റ്റിമുലേഷൻ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഒരു മൊമെന്ററി ചേഞ്ച്, വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം ഇതിന്റെ അയോൺ കോൺഫിഗറേഷനിൽ, അയോണുകളുടെ അറേഞ്ച്മെന്റിൽ വളരെ ചെറിയ, വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റം എന്താണ്? അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. എ മൊമെന്ററി, എ സ്പോണ്ടാനിയസ് ചേഞ്ച് ഹാപ്പൻ. എന്താണത്? അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും. നാച്ചുറലി എങ്ങനെയാണ്? പ്ലാസ്മ സ്ഥലത്തിന്റെ പുറമെ പോസിറ്റീവും അകത്ത് നെഗറ്റീവ് ആണല്ലോ. ഇവിടെ പക്ഷേ ഒരു സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഉദ്ദീപനം കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പോർഷനിലെ അയോണുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരികയും അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായി മാറുന്നു. ആൻഡ് ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇമ്പൾസ്. ഒരു ആവേഗം ഉണ്ടാകുന്നതിന്റെ കാരണം ഈ അയോണുകളുടെ അറേഞ്ച്മെന്റിൽ വന്ന മാറ്റമാണ്. ഇവിടെ ഡിസ്റ്റർബൻസ് സംഭവിച്ചു. ആ ഡിസ്റ്റർബൻസ് ആണ് ആവേഗത്തിന്റെ, ഇമ്പൾസിന്റെ ഫോർമേഷന് കാരണം. ഇനി ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ മൊമെന്ററി ചേഞ്ച്. ഇത് സ്പോണ്ടാനിയസ് ആണ്, വളരെ പെട്ടെന്നുള്ള വളരെ ചെറിയൊരു മാറ്റമാണ്. അതുകൊണ്ട് തന്നെ സ്പോണ്ടാനിയസ് ആയതുകൊണ്ട്, മൊമെന്ററി ആയതുകൊണ്ട് ഈ മാറ്റം വളരെ പെട്ടെന്ന് തന്നെ ഇത് പഴയ രൂപത്തിലേക്ക് വരും. എന്ത്? അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവുമായി മാറും. ഇത് പെർമനന്റ് ചേഞ്ച് അല്ല, ഒരു ടെമ്പററി ചേഞ്ച് ആണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് റീഅറേഞ്ച് ചെയ്യപ്പെടുകയും അതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക്,
പ്രാഥമിക അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അതായത് പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവുമായി മാറുന്നു. പക്ഷെ ശ്രദ്ധിക്കട്ടെ എന്ന് പറയൂ, ഈ ഒരു മാറ്റം, ഈ മൊമെന്ററി ചേഞ്ച് ഇതിന്റെ തൊട്ടടുത്ത ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ കാരണമാകുന്നു. ഇവിടെ ഇനി വേറെ സ്റ്റിമുലേഷൻ ഇല്ല, ഹീറ്റോ കോൾഡോ ഒന്നുമില്ല. പിന്നെന്താണ്? തൊട്ട് മുന്നേ ഉണ്ടായ മൊമെന്ററി ചേഞ്ച്, പെട്ടെന്നുണ്ടായ മാറ്റം. എന്ത് മാറ്റം? അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായി മാറിയ മാറ്റം. ആ മാറ്റം തൊട്ടടുത്ത പോർഷനിൽ എന്തായിട്ട് മാറുന്നു? ഒരു സ്റ്റിമുലേഷനായി മാറുന്നു. ആദ്യ ഭാഗത്തെ സ്റ്റിമുലേഷൻ എന്താണ്? ഹീറ്റാണ്. ആ ഹീറ്റാണ് ഇവിടെ മാറ്റം ഉണ്ടാക്കാൻ കാരണമായത്. ഇവിടെ ഉണ്ടായ മാറ്റമാണ് തൊട്ടടുത്ത ഭാഗത്തെ സ്റ്റിമുലേഷൻ. അപ്പൊ തൊട്ടടുത്ത ഭാഗത്തും സമാനമായ മാറ്റം ഉണ്ടാകുന്നു. എന്ത് മാറ്റം? അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായി മാറും. ഇതും സ്പോണ്ടാനിയസ് ആണ്, മൊമെന്ററി ആണ്, ടെമ്പററി ആണ്, താൽക്കാലികമായി ഉണ്ടായ മാറ്റമാണ്. വളരെ പെട്ടെന്ന് ഇവിടെയും തിരിച്ചാവും. എങ്ങനെ? പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവുമായി മാറും. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിച്ചപ്പോ ഇവിടെ ഇപ്പൊ ആദ്യം എന്തുണ്ടായിട്ടുണ്ട്? ഒരു ഇമ്പൾസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ഇമ്പൾസ് തൊട്ടടുത്ത ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. നമുക്കിനി വരച്ചു വെക്കാം. തൊട്ടടുത്ത ഭാഗത്ത് ഒരു പോർഷനും കൂടെ ഉണ്ട്. ഇവിടെയും എന്താണ്? നോർമൽ സ്റ്റേറ്റ് എന്താണ്? പുറത്ത് പോസിറ്റീവ് ആണ്, അകത്ത് നെഗറ്റീവ് ആണ്. ഈ ഭാഗത്ത് എന്ത് സംഭവിച്ചു? മൊമെന്ററി ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ആ ചേഞ്ച് പഴയ രൂപത്തിലേക്ക് തന്നെ വന്നു. ആ വന്നത് തൊട്ടടുത്ത പോർഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ഇവിടെയും അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായി മാറുന്നു. ഇത് വളരെ പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെയാണ് ആവേഗം ആദ്യം ഉണ്ടായത്. ഇവിടെയാണ് ഈ ആവേഗം തൊട്ടടുത്ത ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു, ഇവിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടുന്ന് അത് തൊട്ടടുത്ത ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. ആദ്യ ഭാഗത്ത് ഫോം ചെയ്ത ഇമ്പൾസ് അവിടെ നിന്ന് തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ എത്ര വരച്ചാലും ഇത് തന്നെയാണ് ആക്ടിവിറ്റി. മൊമെന്ററി ചേഞ്ച് അവിടേക്ക് സംഭവിക്കുന്നു. വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് സംഭവിക്കുന്നു. ആ ചേഞ്ച് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷന് കാരണമാവുകയും ചെയ്യും. കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ് പറയാൻ പറ്റും നമുക്ക്? ആക്സോണിന്റെ പ്ലാസ്മ സ്ഥലത്തിന്റെ അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവ് ചാർജുമാണുള്ളത്. ഇമ്പൾസ് ഒരു സ്റ്റിമുലസുമായിട്ട് കോണ്ടാക്ട് വന്നാൽ, ഉദ്ദീപനവുമായി സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായി മാറുന്നു. ഈ മാറ്റമാണ് ആവേഗത്തിന്റെ, ഇമ്പൾസിന്റെ രൂപീകരണത്തിന് കാരണം. ഈ മാറ്റം വളരെ പെട്ടെന്ന് പഴയ രൂപത്തിലേക്ക് തന്നെ വരുന്നു. പഴയ രൂപത്തിലേക്ക് എന്ന് പറയുമ്പോൾ അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവുമായി മാറും. പക്ഷേ ഈ ഒരു മാറ്റം തൊട്ടടുത്ത ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയും തൊട്ടടുത്ത ഭാഗത്ത് സമാനമായ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ചേഞ്ച് കണ്ടിന്യൂ ചെയ്യുന്നു. ചേഞ്ച് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതോടൊപ്പം എന്തും കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്? ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ സാധ്യമാവുകയും ചെയ്യുന്നു. ചേഞ്ച് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യ ഭാഗത്ത് രൂപം കൊണ്ടിരിക്കുന്ന ഇമ്പൾസിന്റെ ട്രാൻസ്മിഷനും സാധ്യമാകുന്നു. ഇതാണ് ആദ്യ ഭാഗം. എന്ത്? ഇമ്പൾസിന്റെ രൂപീകരണവും രൂപീകരിക്കപ്പെട്ട ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാ പോവേണ്ടത്? എവിടുന്ന ഉണ്ടായിരിക്കുന്നത്? ഒരു ഓർഗനിൽ നിന്നാണ്. ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. ആ ഓർഗനിൽ നിന്ന് എങ്ങോട്ട് പോണത്? നമ്മൾ പറഞ്ഞു ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും, തലച്ചോറിലേക്കും സുഷുമ്നയിലേക്കും പോകണം. അപ്പൊ നമ്മുടെ ഓർഗനെയും ബ്രെയിനിനെയും കണക്ട് ചെയ്തുകൊണ്ട് എന്ത് കാണുന്നുണ്ട്? ന്യൂറോൺ കാണുന്നുണ്ട്. അപ്പൊ ന്യൂറോൺ ഒരു കണക്ടിവിറ്റിയാണ്, ഒരു വയറാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ന്യൂറോണിന് നമ്മുടെ ഒരു ഓർഗനെയും ബ്രെയിനെയും കണക്ട് ചെയ്യാനുള്ള നീളം ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു ന്യൂറോൺ കൊണ്ട് നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ഓർഗൻസിനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ന്യൂറോൺസ് മൈന്യൂട്ട് ആണ്, സെൽസ് ആണ്. നമ്മുടെ ബോഡിക്കകത്ത് ഏറ്റവും നീളമുള്ള സെല്ലാണ് ഇത്. ഏറ്റവും നീളമുള്ള സെല്ലാണ് ന്യൂറോൺ. ഏറ്റവും നീളമുള്ള എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആണ്. മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും വലുത്, ഏറ്റവും നീളമുള്ളത്. ഏറ്റവും വലുത് എന്ന് ഓർമ്മയുണ്ടോ? ഏറ്റവും വലിയ സെല്ല് അത് ഓവമാണ്, അണ്ഡകോശമാണ് ഏറ്റവും വലുത്. ഇത് ഏറ്റവും നീളമുള്ളതാണ്. അപ്പൊ നമുക്ക് ശരിക്കും മൂക്കില്ലാരായത്ത് മുറിമൂക്കൻ രാജാവ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇത് അവസ്ഥ.
എല്ലാം മൈക്രോസ്കോപ്പിക് ആണ്. മൈക്രോസ്കോപ്പിക് ആയുള്ള സെൽസിൽ ഏറ്റവും നീളമുള്ളത് ന്യൂറോൺ ആണെന്ന് മാത്രം. അപ്പൊ സ്വാഭാവികമായും ഒരു ന്യൂറോണോ 2 ന്യൂറോണോ 10 ന്യൂറോണോ 100 ന്യൂറോണോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഓർഗനെയും ബ്രെയിനെയും കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ എന്ത് വേണം അപ്പോ? കണക്ടിവിറ്റി അല്ലെ? ഓരോ 2 ന്യൂറോണുകൾ ഇങ്ങനെ ചേർത്ത് 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 വെച്ചാണ് ഒരു ഓർഗനെയും ബ്രെയിനിനെയും കണക്ട് ചെയ്യുന്നത്. സ്വാഭാവികം. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുറച്ച് അപ്പുറത്തുള്ള വഴിയിലേക്ക് ഒരു ബൾബ് ലൈറ്റ് ഇട്ടുള്ളൂ. നമുക്ക് വീട്ടിൽ തെരഞ്ഞു നോക്കുമ്പോൾ ഒരു വയറിന്റെ കഷ്ണം, കുറച്ച് വയറിന്റെ കഷ്ണം കിട്ടി. അപ്പൊ അതിന് ഏറ്റവും നീളമുള്ള വയറിന്റെ കഷ്ണം നമ്മൾ എടുത്ത് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അങ്ങോട്ട് എത്തുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? തൊട്ടടുത്ത കയ്യിലുള്ള ബാക്കിയുള്ള വയർ വെച്ചിട്ട് അത് ബൈൻഡ് ചെയ്യും, കൂട്ടിക്കെട്ടും. അങ്ങനെയല്ലേ? അതുപോലെ ഇവിടെ സംഭവിക്കാം. ഓർഗനും ബ്രെയിനുമായുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ന്യൂറോണുകളുടെ എണ്ണം കൂടും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ന്യൂറോണുകൾ കണക്ട് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് ന്യൂറോണുകൾ കണക്ട് ചെയ്യപ്പെടുക? ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ സാധ്യമാവണമെങ്കിൽ അവ എങ്ങനെ കണക്ട് ചെയ്യപ്പെടണം? നോക്കൂ, ന്യൂറോണിന്റെ കണക്ഷൻ നോക്കാം. ഇതൊരു 1 മാർക്ക് ഓർ 2 മാർക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്. നേരത്തെ ചോദിച്ച ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഇത് 2 ന്യൂറോണാണ്. 2 ന്യൂറോണിന്റെ എൻഡ് പോർഷൻ കാണിച്ചിരിക്കും. 2 ന്യൂറോണിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതോ ഒന്ന് ആക്സോൺ ആണ്, ഏതോ ഒന്ന് ഡെൻഡ്രോൺ ആണ്. കണക്ടിവിറ്റി അങ്ങനെയാണ്. ആക്സോണും ഡെൻഡ്രോണും തമ്മിലാണ് കണക്ടിവിറ്റി. നമുക്ക് ഇതിലിപ്പോ ഏതാണ് ആക്സോൺ ഏതാണ് ഡെൻഡ്രോൺ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ്, എന്ത് അടിസ്ഥാനമാക്കിയ ആൻസർ പറയാം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രോൺ? ലോങ്സ്റ്റ് ഫൈബർ ഈസ് ആക്സോൺ, ഷോർട്ടസ്റ്റ് ഫൈബർ ഈസ് ഡെൻഡ്രോൺ. അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ വരച്ച 2 ഒരേ വലുപ്പമല്ലേ? ഇത് ലോങ്സ്റ്റും ഷോർട്ടസ്റ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ശരിക്കും പറഞ്ഞാല് ലെങ്ത് ആക്സോണിനെയും ഡെൻഡ്രോണിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മെഷറാക്കി എടുക്കരുത്. പകരം ഞാൻ അവിടെ തന്നെ പറഞ്ഞിരുന്നതിന് ആക്സോണും ഡെൻഡ്രോണും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സിനാപ്റ്റിക് നോബിന്റെ പ്രസൻസ് ആണ്. അത് എവിടെയുള്ളത്? ആക്സോണിനാണ്. ആക്സോണിന്റെ അഗ്രഭാഗത്ത് ബൾജിംഗ് പോർഷൻ ഉണ്ട്. ആ ബൾജിംഗ് പോർഷനാണ് സിനാപ്റ്റിക് നോബ്. അപ്പൊ സിനാപ്റ്റിക് നോബ് ഉള്ളത് ആക്സോണും അതില്ലാത്തത് ഡെൻഡ്രോൺ. എങ്ങനെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്? ഓക്കെ, ഇത് ആക്സോൺ ആണ്, ഇത് ഡെൻഡ്രോൺ ആണ്. ഇമ്പൾ ട്രാൻസ്മിഷൻ സാധ്യമാവുക എപ്പോഴും ആക്സോണിൽ നിന്ന് ഡെൻഡ്രോണിലേക്കാണ്. അത് നിങ്ങൾക്ക് ആ ധർമ്മത്തിന്റെ ഭാഗം ഓർത്താൽ കിട്ടുന്നുണ്ട്. ഇമ്പൾസിനെ സെൽ ബോഡിക്ക് അകത്തേക്ക് കൊണ്ടുവരുന്നത് ആരാ? അവയവങ്ങളെ കോശ ശരീരത്തിനകത്തേക്ക് കൊണ്ടുവരുന്നത് വാങ്ങുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റും ഡെൻഡ്രോൺ ആണല്ലോ. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതോ കൊടുക്കുന്നത് ആക്സോൺ. ഓക്കെ, അപ്പൊ ഡെൻഡ്രൈറ്റ് വാങ്ങി ആക്സോണിന് കൊടുക്കുന്നു. ഡെൻഡ്രൈറ്റ് വാങ്ങിയിട്ട് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? സെൽ ബോഡിയിലേക്കാണ്. സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ കൊടുക്കുന്നു. ആക്സോൺ ആണ് ഇത് അടുത്ത ഭാഗത്തേക്ക് കൊടുക്കുക. അപ്പൊ ആക്സോൺ ടു ഡെൻഡ്രോൺ ആണ്. ഇങ്ങനെയാണ് ആവേഗത്തിന്റെ ട്രാൻസ്മിഷൻ. ഇങ്ങനെയാണെങ്കിലേ ആവേഗത്തിന്റെ ട്രാൻസ്മിഷൻ സാധ്യമാവുകയുള്ളൂ. എങ്ങനെ? ഒരു ന്യൂറോണിന്റെ ആക്സോണും രണ്ടാമത്തെ ന്യൂറോണിന്റെ ഡെൻഡ്രോണും അടുത്തു വന്നാൽ മാത്രമേ ആവേഗത്തിന്റെ ട്രാൻസ്മിഷൻ, ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ സാധ്യമാവുള്ളൂ. അങ്ങനെ 2 ന്യൂറോണുകൾ അടുത്തു വരുന്നതിന്റെ ഒരു ചിത്രീകരണമാണ് ഇത്. ഇവിടെ 2 ന്യൂറോണുകൾ പരസ്പരം അടുത്തു വരുന്ന ഈ ഒരു ഭാഗത്തിന് പൊതുവിൽ പറയുന്ന പേര് സിനാപ്സ് എന്നാണ്. സിനാപ്സ്. Where 2 neurons are joined together, comes together, contact together. 2 ന്യൂറോണുകൾ അടുത്തു വരുന്ന ഭാഗത്തിന് പൊതുവിൽ പറയുന്ന പേരാണ് സിനാപ്സ്. ശ്രദ്ധിക്കേണ്ടത് 2 ന്യൂറോണുകൾ അടുത്തു വരുന്ന ഭാഗം മാത്രമല്ല സിനാപ്സ്. എ ജംഗ്ഷൻ ഇൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. അത് മാത്രമല്ല ന്യൂറോൺസ്. ശ്രദ്ധിക്കുക, ആവർത്തിച്ചു വരുന്ന ഒരു ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. പകരം ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും
മസിൽ സെല്ലും ഒരു ന്യൂറോണും അടുത്തു വന്നാൽ അതും ഒരു സിനാപ്സ് ആണ്. അതുപോലെ തന്നെ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെൽ, വിവിധ ഗ്ലാൻഡ്സിലുള്ള ഒരു സെല്ലും അതടുത്തു വന്നാലും ആ ഭാഗവും എന്ത് തന്നെയാണ് അറിയപ്പെടുക? സിനാപ്സ് എന്ന് തന്നെയാണ്. എന്നാൽ രണ്ട് ന്യൂറോണുകൾ അടുത്തു വരുന്ന ഭാഗം മാത്രമല്ല എന്നർത്ഥം. സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. രണ്ട് ന്യൂറോണുകൾ പരസ്പരം അടുത്തു വരുന്ന ഭാഗമാണ് സിനാപ്സ്, ഭാഗം മാത്രമാണ് സിനാപ്സ്. ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക, റിയാക്ട് ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ പറയേണ്ടത് ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്. കാരണം ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും അടുത്തു വന്നാലും ആ ഭാഗത്തെയും പൊതുവിൽ പറയുന്നത് സിനാപ്സ് എന്ന് തന്നെയാണ് എന്നത്. ഇവിടെ നമ്മൾ അവയവങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ന്യൂറോണുകൾ അടുത്തു വരുന്നത് പറയുമ്പോൾ സിനാപ്സ് എന്താണ്? ഒരു ആക്സോണും ഒരു ഡെൻഡ്രോണും, അതിനെ നമ്മളായിട്ട് പറയുന്നത് സിനാപ്സ് ആയിട്ട് പറയുന്നത് എന്നാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സിനാപ്സിലൂടെ അവയവങ്ങളുടെ കൈമാറ്റം സാധ്യമാകുന്നത് എന്നാണ്. അപ്പൊ നമ്മള് ഒരു ന്യൂറോണിനെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോ സ്റ്റിമുലേഷനെ, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ് അല്ലെ? ആക്സോണിന്റെ ന്യൂറോണിന്റെ അഗ്രഭാഗത്തുള്ള ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് സ്വീകരിച്ച ഈ ഉദ്ദീപനം സ്വീകരിക്കുമ്പോൾ ഒരു സ്റ്റിമുലേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും? ഇമ്പൾസ് ഫോർമേഷൻ നടക്കുന്നു, ആവേഗം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആവേഗങ്ങളെ ഡെൻഡ്രോണിലൂടെ സെൽ ബോഡിയിലേക്ക്, കോശ ശരീരത്തിലേക്ക് എത്തിക്കുക ചെയ്യാം. കോശ ശരീരം അതിനെന്ത് ചെയ്യും? ആക്സോൺ കൊടുക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്സോണിലൂടെ വരുന്ന ആവേഗങ്ങൾ നോക്കൂ, ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലെത്തുന്നു. ഇതുവരെ സ്മൂത്താണ്. സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. എന്ന് നോക്കൂ, സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ഇവിടെയുള്ള കുഴപ്പം എന്താണ്? ഇൻ ബിറ്റ്വീൻ ദ ന്യൂറോൺസ് ഓഫ് എ സിനാപ്സ്, സിനാപ്സില് ഈ രണ്ട് ന്യൂറോണുകൾക്കും ഇടയിലായി അതിസൂക്ഷ്മമായ ഒരു വിടവുണ്ട്, ഒരു സ്മോൾ സ്ലിറ്റ്. ഇതിന് പറയുന്ന പേര് സിനാപ്റ്റിക് വിടവ് എന്നാണ്, അഥവാ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. രണ്ട് ന്യൂറോണുകൾക്കും ഇടയിൽ, അപ്പൊ രണ്ട് ന്യൂറോണുകളും എന്തല്ല, പരസ്പരം ടച്ച് ചെയ്യുന്നില്ല, സ്പർശിക്കുന്നില്ല. പകരം ഒരു സ്മോൾ സ്ലിറ്റ്, എ സ്മോൾ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓഫ് ദി സിനാപ്സ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് വിടവ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനാപ്റ്റിക് വിടവ് വരെ അവയവങ്ങൾ സ്മൂത്ത് ആയിട്ട് വരും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് എളുപ്പം പോകാൻ പറ്റില്ല. പകരം അവിടെ വരുന്ന സംവിധാനം എന്താണെന്ന് വെച്ചാൽ, സിനാപ്റ്റിക് നോബിൽ ആവേഗം എത്തിയാൽ, ഇമ്പൾസ് എത്തിയാൽ, സിനാപ്റ്റിക് നോബിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കെമിക്കൽ, ഒരു പ്രത്യേക രാസപദാർത്ഥം സിനാപ്റ്റിക് വിടവിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എപ്പോഴാണ്? ഇമ്പൾസ് എവിടെ എത്തുമ്പോൾ? സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും സിനാപ്റ്റിക് വിടവിലേക്ക് ഒരു പ്രത്യേക രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിന്റെ പേര് നാഡീയ പ്രേഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകം എന്നാണ്. എന്താണ്? സിനാപ്റ്റിക് നോബിൽ ആവേഗങ്ങൾ, ഇമ്പൾസസ് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് സിനാപ്സിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കെമിക്കൽസിന് പൊതുവായി പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകം. രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അസറ്റൈൽ കൊളിൻ, രണ്ട് ഡോപ്പമൈൻ. അസറ്റൈൽ കൊളിൻ, ഡോപ്പമൈൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നാഡീയ പ്രേഷകങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് അസറ്റൈൽ കൊളിൻ, ഡോപ്പമൈൻ എന്നിവ. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന അസറ്റൈൽ കൊളിനാണ്. രണ്ടുണ്ടാവാം. അസറ്റൈൽ കൊളിനാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്ന് അസറ്റൈൽ കൊളിൻ പോലുള്ള നാഡീയ പ്രേഷകം, ന്യൂറോ ട്രാൻസ്മിറ്റർ എങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? സിനാപ്സിലേക്ക് സിനാപ്റ്റിക് വിടവിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇനി അതെന്താ ചെയ്ത് നോക്കൂ. അത് ഏത്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലാണ് ആക്ട് ചെയ്യുക. അതിന്റെ ആക്ടിവിറ്റി ഡെൻഡ്രൈറ്റിലാണ്.
ഡെൻഡ്രൈറ്റിൽ പ്രവർത്തിച്ച് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതെ, ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ്, ഉത്തേജിപ്പിക്കുന്നു. ആ ഉത്തേജനത്തിലൂടെ ആവേഗത്തിന്റെ കൈമാറ്റം, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് സാധ്യമാവുകയും ചെയ്യും. ഇങ്ങനെയാണ് ആവേഗത്തിന്റെ ട്രാൻസ്മിഷൻ സാധ്യമാവുക. എങ്ങനെ? ആവേഗം, ഇമ്പൾസ് ആക്സോണിലൂടെ ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററായ നാഡീയ പ്രേഷകമായ അസറ്റൈൽ കൊളിൻ സിനാപ്റ്റിക് വിടവിലേക്ക് ഉത്പാദിപ്പിക്കപ്പെടുന്നു. അത് തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു, ഉത്തേജിപ്പിക്കുന്നു. ആ ഉത്തേജനത്തിലൂടെ ആവേഗത്തിന്റെ കൈമാറ്റം, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് സാധ്യമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ആവേഗങ്ങളുടെ കൈമാറ്റം നടക്കുന്നത്. ഇനി നമുക്ക് ഒരു എന്താക്കി മാറ്റാം, ഫ്ലോ ചാർട്ടാക്കി പറയാവുന്നതാണ്. ഫ്ലോ ചാർട്ടായിട്ടാണ് പഠിക്കേണ്ടത്. എങ്ങനെ പറയാം? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി ഓർ കോശശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, നാഡീയ പ്രേഷകം, ന്യൂറോ ട്രാൻസ്മിറ്റർ, സിനാപ്റ്റിക് വിടവ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്, തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്, ഉത്തേജനം, സ്റ്റിമുലേഷൻ, ആവേഗത്തിന്റെ കൈമാറ്റം, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി ഓർ കോശശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ന്യൂറോ ട്രാൻസ്മിറ്ററോ നാഡീയ പ്രേഷകം, സിനാപ്റ്റിക് ക്ലഫ്റ്റോ സിനാപ്റ്റിക് വിടവ്, തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്, ഉത്തേജനം, സ്റ്റിമുലേഷൻ, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്, ആവേഗത്തിന്റെ കൈമാറ്റം. ഇതാ പഠിക്കേണ്ടത്. ഇതാണ് ആവേഗത്തിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ആവേഗങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫ്ലോ ചാർട്ട്. ഇതാണ്, ഇങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ചിത്രം ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞ ഫ്ലോ ചാർട്ടും സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, എങ്ങനെയാണ് ആവേഗങ്ങൾ ഉണ്ടാകുന്നത്, ആ ആവേഗത്തിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്. രണ്ട്, ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ആവേഗങ്ങളുടെ കൈമാറ്റം എങ്ങനെ, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഫ്രം വൺ ന്യൂറോൺ ടു ദ നെക്സ്റ്റ് ന്യൂറോൺ, അതെങ്ങനെ സാധ്യമാകുന്നു. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ന്യൂറോണിൽ നിന്നും അടുത്തതിലേക്ക്, അവിടെ നിന്ന് അടുത്തതിലേക്ക് എന്ന രീതിയിൽ ആവേഗങ്ങൾ, ഒരു റിലേ ഓഫ് ഇമ്പൾസസ് എനിക്ക് നടക്കുന്നത്. ഒരു ന്യൂറോൺ അടുത്ത് കൊടുക്കുന്നു, അങ്ങനെ 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 100 ന്യൂറോണുകളിലൂടെയാണ് ഇമ്പൾസസ് ഒരു ഓർഗനിൽ നിന്ന് ബ്രെയിനിലേക്ക് എത്തുന്നത്. ഇതാണ് ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞു, അവയവങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ആ ചോദ്യങ്ങൾ ന്യൂറോണുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ബ്രെയിനിലെത്തുന്നു, സ്പൈനൽ കോഡിലെത്തുന്നു. അവിടെ നിന്ന് മറുപടി ഉണ്ടാകുന്നു. ആ മറുപടികൾ വേറെ വഴിയിലൂടെ അവയവങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ സാധ്യമാവുക. ഓക്കെ, കൃത്യമായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ന്യൂറോണിന്റെ ധർമ്മവും ആവേഗങ്ങളുടെ കൈമാറ്റവും എങ്ങനെ സാധ്യമാകുന്നു എന്നാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. കൃത്യമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നന്ദി.